ഇന്ന് നമുക്ക് ദമ്മൊക്കെ ഇട്ടിട്ട് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ജീരകശാലയുടെ അരിയാണ്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ആ കലത്തിൽ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും കറുവപ്പട്ട, പെരുംജീരകം, ഏലക്കായ, പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയാണ് കേട്ടോ. അതിനൊരു നല്ല സ്മെല്ലാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിയും കൂടി ഇട്ടിട്ട് വേവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അതൊരു പകുതി വേവിൽ മതിയാവും നമുക്ക്. പിന്നെ അതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും. പിന്നെ നമ്മുടെ സവാള കനം കുറച്ചെരിഞ്ഞത് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള വഴറ്റിയതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയാണ്. അതിലേക്ക് കുറച്ച് പെരുംജീരകവും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കനും കൂടെ ചേർക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയിലും ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് മൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അത് അരി നമ്മൾ ഊറ്റിയെടുക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ, വറ്റിച്ചെടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പരിപാടി ദമ്മിടലാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഇതാ പാത്രം വെള്ളമൊന്നും ഇല്ലാതെ വറ്റിച്ചേൽക്ക് നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത്. പിന്നെ നമ്മുടെ സവോള വഴറ്റി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും പിന്നെ അരി വേവിച്ചതാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വീണ്ടും കുറച്ച് മല്ലിച്ചപ്പും പുതിനയില അരിഞ്ഞതും നെയ്യും പിന്നെ എസൻസും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും ചേർക്കുന്നുണ്ട്. പിന്നെ മേലെ കൂടെ നമ്മുടെ ചിക്കൻ്റെ കറിയും കൂടെ ഇട്ട് അതിന് മേലേക്ക് റൈസും കൂടെ ഒരു 2 ലെയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അടുപ്പിൽ നമ്മുടെ കനലാക്കിയിട്ട് അത് നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, അത് കനലാക്കിയിലേക്ക് വെച്ച് കൊടുത്തൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ല സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ പപ്പടം വറുത്തതും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.